നമസ്കാരം. ICICI ബാങ്കിൻ്റെ Q3 റിസൾട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകം ICICI ബാങ്കിൻ്റെ ഈ ഒരു ക്വാർട്ടറിൽ 49,334 കോടിയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ 49,333 ആണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഈക്വൽ ആണ്, ഫ്ലാറ്റ് റേറ്റ് ആണ്. നമുക്ക് വളരെ കൂടുതലോ കുറവോ ഒന്നും കണ്ടിട്ടില്ല ടോട്ടൽ ഇൻകത്തിൽ. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ നോക്കുവാണെങ്കിൽ 48,367 കോടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ ഇൻകത്തിന് ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുന്ന സമയം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ ഒരു ക്വാർട്ടറിൽ 41,965 കഴിഞ്ഞ ക്വാർട്ടറിൽ 41,757 ഇയർ ഓൺ ഇയർ നോക്കുവാണെങ്കിൽ 41,299. അവിടെ കൃത്യമായിട്ട് ചെറിയ രീതിയിലൊരു ഇൻട്രസ്റ്റ് ഇൻകത്തിന് ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി എക്സ്പെൻസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എക്സ്പെൻസിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഇയറിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു 31,978 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിലെ ആണെങ്കിൽ 32,035 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 31,481 കോടിയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ബെറ്റർ ആയിട്ടാണ് ഇവിടെ കുറച്ചും കൂടെ എക്സ്പെൻസ് കുറഞ്ഞു. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയ രീതിയിലൊരു കൂടുതലുണ്ട്. എങ്കിലും നമ്മുടെ എക്സ്പെൻസ് ബാങ്കിൻ്റെ കൺട്രോളിൽ തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇൻകത്തിൽ എന്താണ് കാണാൻ സാധിച്ചത്? ഇൻകത്തിൽ ഫ്ലാറ്റാണ്, ചെറിയൊരു ഗ്രോത്തും ഉണ്ട് ഇയർ ഓൺ ഇയർ. നമുക്ക് എക്സ്പെൻസിൻ്റെ അകത്ത് ഒരു കൺട്രോൾ, ബാങ്കിന് എക്സ്പെൻസിൻ്റെ ഒരു കൺട്രോൾ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ പ്രോഫിറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ 11,317 കോടിയാണ് വന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലോ 12,358. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പോൾ ആ പ്രോഫിറ്റ് എവിടെ കുറഞ്ഞതെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഇയർ ഓൺ ഇയറിൽ 11,792 കോടിയായിരുന്നു വന്നത്. അപ്പോൾ ഇയർ ഓൺ ഇയറും നമുക്ക് ഒരു പ്രോഫിറ്റിൽ കുറവ് വന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റിൽ ICICIയുടെ ഒരു കുറവാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രൊവിഷൻ ആൻഡ് കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ 2,555 കോടി രൂപ നമുക്ക് ഈ ഒരു ഇനത്തിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ 914 ആയിരുന്നു. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ 1,226 അപ്പോൾ ഈ ഒരു നമ്പർ കാരണം നമുക്ക് നമ്മുടെ റിസൾട്ട് മോശമായി പോയി. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് കമ്പനിയുടെ ഈ ഒരു ക്വാർട്ടറിൽ കുറവ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഏണിങ്സ് പെർ ഷെയർ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏണിങ്സ് പെർ ഷെയർ നമുക്ക് ക്വാർട്ടറിൽ എത്രയാണ് ഏണിങ്സ് പെർ ഷെയർ? നമുക്ക് 15.84, കഴിഞ്ഞ ക്വാർട്ടറിൽ 17.31, ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ 16.72. ഇവിടെ നമുക്ക് ഏണിങ്സ് പെർ ഷെയർ ഏറ്റവും കുറവുള്ള ഒരു ക്വാർട്ടറാണ് ഈ ഒരു ക്വാർട്ടർ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ പ്രോഫിറ്റ് കുറവാണ്. റവന്യൂ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാങ്കിന്. ഇൻകവും ഏകദേശം ഫ്ലാറ്റാണ്. എങ്കിലും പ്രൊവിഷൻ കാരണം നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി. നമുക്ക് കുറച്ച് മോശമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ICICI ബാങ്കിൻ്റെ. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇച്ചിരി കൂടെ കൂടുതലായിരുന്നു പ്രോഫിറ്റ്. അതിനേക്കാളും കുറഞ്ഞുള്ള പ്രോഫിറ്റാണ് നമുക്കിവിടെ ഡേറ്റയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.